ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. വടക്കാഞ്ചേരി നഗരസഭയുടെ 2021-2022 കാലഘട്ടത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ജനറൽ കൗൺസിലർ ഇന്നുവരെ ഹാജരാക്കാത്തതിന്റെ പേരിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി. 2023-2024 ഓഡിറ്റ് റിപ്പോർട്ടും ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടും കൗൺസിൽ യോഗത്തിൽ വരാത്തതിന്റെ പേരിലും പ്രതിഷേധം രേഖപ്പെടുത്തി. വടക്കാഞ്ചേരി നഗരസഭയിലെ 22-23 കാലഘട്ടത്തിലെ ഓഡിറ്റ് ഇതുവരെയായിട്ടും ജനറൽ കൗൺസിൽ യോഗത്തിൽ വെച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അത് കളിയാക്കുന്ന രീതിയിലാണ് ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ച് യോഗ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് 22-23 ഓഡിറ്റ് റിപ്പോർട്ട് വളരെ ഗൗരവമുള്ള ഉദ്ദേശം 7 കോടി രൂപയോളം വരുന്ന ചെലവുകളെ തടസ്സപ്പെടുത്തി ഇരിക്കുന്ന ഓഡിറ്റും ഫയലുകൾ കാണാനില്ല, ലഭിക്കാനില്ല എന്ന മറുപടിയുമാണ് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച മറുപടിയിൽ കാണുന്നത്. പക്ഷേ ഇവിടെ അത് അവതരിപ്പിക്കുമ്പോൾ, ചെയർമാനോട് ചോദിക്കുമ്പോൾ ചെയർമാൻ ഉത്തരം മുട്ടുമ്പോൾ വഞ്ചന കാണിക്കുന്ന സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് 23-24 ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ടീം അംഗങ്ങളായി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് എത്തിച്ച് അവിടെ വാങ്ങിക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയോ മറ്റോ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വളരെ വ്യക്തമായി കൊടുത്ത ഓഡിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആരുടെ കയ്യിലുള്ള കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ പ്രത്യേകം പറഞ്ഞു ഈ മാസം 30-ാം തീയതി, മെയ് മാസം 30-ാം തീയതിക്കുള്ളിൽ ഈ ഓഡിറ്റ് ജനറൽ കൗൺസിൽ വെച്ച് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തതിൻ്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ജനറൽ കൗൺസിൽ യോഗം 30-ാം തീയതിയിലെ യോഗം കഴിഞ്ഞു. ഇപ്പോൾ ഈ മാസത്തെ യോഗം കഴിഞ്ഞു. വയ്ക്കാൻ തയ്യാറില്ല. വസ്തുതകളെ ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ഈ നഗരസഭയുടെ തെറ്റായ നടപടികൾക്കെതിരെ അതിന് കൂട്ടുനിൽക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയുടെ 4.5 വർഷം പിന്നിട്ട് താൽക്കാലികമായി ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടറിയെ ഉടനടി നിയമപരമായി ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്കും ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഞങ്ങൾ പരാതിയും കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുകയാണ്. അതുപോലെ തന്നെ ജനകീയമായി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം മാർച്ചുകൾ നടത്താനും ഒരു തീരുമാനമെടുത്തായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. LDF-നാണ് ഭൂരിപക്ഷം എന്ന ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്ന നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനും നഗരസഭയ്ക്കുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2021-22, 22-23 വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെയായിട്ടും വടക്കാഞ്ചേരി നഗരസഭയുടെ ജനറൽ കൗൺസിലിൽ വെക്കാൻ നഗരസഭ ഭരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല. ഈ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ മറ്റ് വിവരാവകാശ നിയമപ്രകാരം ഒക്കെ റിപ്പോർട്ടുകൾ എടുത്തത് വെച്ചിട്ട് ഈ റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷത്തെ ഈ നഗരസഭയുടെ പ്രവൃത്തിയിൽ ഏകദേശം ഓരോ വർഷവും 5 മുതൽ 7 കോടി രൂപയുടെ ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാശ് 7 കോടി രൂപയൊക്കെ ക്രമക്കേട് കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ബില്ലുകളില്ലാതെ, വൗച്ചറുകളില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് കളമൊരുക്കുന്ന രീതിയിലാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഭരണാധികാരികൾ പോകുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, LDF-നാണ് ഭൂരിപക്ഷം, CPM-നാണ് ഭൂരിപക്ഷം എന്ന അഹങ്കാരത്തോടു കൂടിയാണ് നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെ ഭരിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ജനകീയ രീതിയിൽ ജനങ്ങളെ അണിനിരത്തി പാർലമെന്ററി പാർട്ടി നേതാവ് SAA ആസാദ്, മറ്റ് കൗൺസിലർമാരായ KT ജോയ്, PN വൈശാഖ്, സന്ധ്യ കൊടൈക്കാടത്ത്, ബുഷറ റഷീദ്, ജോയൽ മഞ്ഞില, K ഗോപാലകൃഷ്ണൻ, KN പ്രകാശൻ, KM ഉദയബാലൻ, കമലം ശ്രീനിവാസൻ, രമണി പ്രേമദാസൻ, ജിജി സാംസൺ, ബിജീഷ് ഭാസ്കരൻ, അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് എന്നിവർ ഇന്നത്തെ ജനറൽ കൗൺസിലിൽ നിന്ന് പ്രതിഷേധ വാക്കൌട്ട് നടത്തി. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്.
കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.